പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായം. ഈ അധ്യായത്തിൽ പ്രധാനമായും യേശുവിൻ്റെ മരണോത്ഥാനത്തെ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന സംഭവങ്ങളും മരണോത്ഥാനത്തെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് കാണുന്നത്. ഈ അധ്യായത്തിൽ ഒന്നാമതായിട്ട് പറയുന്നത് മറിയത്തിന്റെ തൈലാഭിഷേകമാണ്. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബെഥാനിയയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. അവർ അവന് അത്താഴമൊരുക്കി. മർത്ത പരിചരിച്ചു. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. 11-ാം അധ്യായത്തിലും ഇത് മുൻകൂട്ടി എടുത്തു പറഞ്ഞതാണ്. 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞു, ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി. ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തയുടെയും ഗ്രാമമായ ബെഥനിയിൽ നിന്നുള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തത്. 12:3 പറയുന്നു, മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. സാധാരണ തൈലം പൂശുന്നത് ശിരസിലാണ്. സമാന്തര സുവിശേഷങ്ങളിൽ ഈ തൈലാഭിഷേകത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവിൻ്റെ ശിരസിൽ തൈലം പൂശിയെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ മറിയം യേശുവിൻ്റെ പാദത്തിലാണ് തൈലം പൂശുന്നത്. ശിരസിൽ തൈലം പൂശുന്നത് സൗഹൃദത്തിൻ്റെയും ആതിഥേയത്വത്തിൻ്റെയും പ്രതീകമായിട്ട് ആണ്. എന്നാൽ പാദങ്ങളിൽ തൈലം പൂശുന്നത് ആദരവിന്റെ അടയാളമാണ്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. യഹൂദരുടെ ഇടയിൽ ഒരു രീതി നിലനിന്നിരുന്നു. മരിച്ച ആളെ അടക്കം ചെയ്യുമ്പോൾ ശരീരത്തിൽ സുഗന്ധ തൈലം പൂശുന്ന രീതി. ശരീരത്തിൽ സുഗന്ധ തൈലം പൂശുന്ന അതിന്റെ അടയാളമായിട്ടാണ് മറിയം യേശുവിന്റെ പാദത്തിൽ തൈലം പൂശിയത്. അത് യേശുവിന്റെ തന്നെ വാക്കുകൾ താഴെ വ്യക്തമാക്കുന്നു. 7-ാം വാക്യം ശ്രദ്ധിച്ച്, യേശു പറഞ്ഞു, അവളെ തടയണ്ട, എൻ്റെ ശവസംസ്കാരത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. യേശുവിൻ്റെ ശവസംസ്കാരത്തിനായിട്ട് ഇത് ചെയ്തുവെന്ന്. മറിയം യേശുവിൻ്റെ പാദത്തിൽ തൈലം പൂശുന്നത് പ്രവചനാത്മകമായ ഒരു പ്രവൃത്തിയായിരുന്നു. പ്രവചിച്ച് വാക്കുകൾ കൊണ്ട് പറയുന്നതല്ല, പ്രവചനാത്മകമായ ഒരു പ്രവൃത്തിയായിരുന്നു. യേശുവിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ അവൻ്റെ ശവസംസ്കാര കർമ്മത്തിന് ചെയ്യുന്ന കാര്യം മുൻകൂട്ടി ചെയ്യുന്നു. യേശു പറഞ്ഞതും അങ്ങനെയാണല്ലോ, എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് അവൾ ചെയ്തു എന്ന് കരുതിക്കൊള്ളുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ 26-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്, എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ടാണ് ഇവൾ ഇത് ചെയ്തതെന്ന്. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, എന്നെ സംസ്കരിക്കുന്നതിന്റെ ഒരുക്കമായിട്ട് മുൻകൂട്ടി ഇവൾ തൈലം പൂശുകയായിരുന്നെന്ന്. മറിയം അറിഞ്ഞിട്ടില്ല. മറിയം യേശുവിനോടുള്ള നന്ദിയും സ്നേഹവും കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അവൾ അറിഞ്ഞുകൊണ്ടല്ല, മരണത്തിൻ്റെ മുൻസൂചനയായിട്ട് ഇത് ചെയ്യുന്നുവെന്ന് അവൾ ചിന്തിച്ചിട്ടില്ല. യൂദാസ് ഇത് കണ്ടിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? സുവിശേഷകൻ പറയുന്നു, അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പ്രതിപത്തി ഉണ്ടായിരുന്നുകൊണ്ടൊന്നുമല്ല, പരിഗണന ഉണ്ടായത് കൊണ്ടൊന്നുമല്ല, പണസഞ്ചി അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടും അവൻ അതിൽ നിന്ന് എടുത്തിരുന്നു. അപ്പോൾ ഈ 300 ദനാറ പണസഞ്ചിയിൽ വീണ അതിൽ നിന്ന് ഒരു ഭാഗം അവൻ എടുക്കാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇത് ചെയ്തത് എന്ന് സുവിശേഷകൻ വ്യക്തമാക്കുന്നു. യേശു പറഞ്ഞു, അവളെ തടയണ്ട, എൻ്റെ ശവസംസ്കാരത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രർ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. യേശു ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് വലിയൊരു ഗണം യഹൂദര് അവിടേക്ക് വന്നു. അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ചു മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ വേണ്ടി കൂടെയാണ്. ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. എന്തെന്നാൽ അവൻ നിമിത്തം അനേകർ യഹൂദരുടെ ഇടയിൽ നിന്ന് യേശുവിൽ വിശ്വസിക്കാനിടയായി. യേശുവിനെ വധിച്ചാലും യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ ജീവിച്ചിരുന്നാൽ അനേകർ ഇവരുടെ പുറകെ പോകുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ലാസറിനെയും കൂടെ വധിക്കാമെന്ന് അവർ വിചാരിച്ചു. തുടർന്ന് 12 മുതലുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം. ഇതാണ് ഈ അധ്യായത്തിലെ രണ്ടാമത്തെ സംഭവം.
അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം യേശു ജെറുസലേമിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ട് ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. യേശു ഒരു കഴുതക്കുട്ടിയെ കണ്ട് അതിന്റെ പുറത്ത് കയറിയിരുന്നു. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സക്കറിയായുടെ പുസ്തകം 9:9. പ്രവാചകന്റെ ഈ വാക്കുകൾ യേശുവിനെ കുറിച്ചുള്ള മുൻകൂട്ടിയുള്ള പ്രവചനമായിരുന്നു എന്ന് സുവിശേഷകൻ എടുത്തു കാട്ടുന്നു. ലാസറിനെ ഉയർപ്പിച്ച സംഭവം കണ്ടവർ കേട്ടവരുമായ അനേകരാണ് യേശു ജെറുസലേമിലേക്ക് വരുന്നു എന്ന് കേട്ട് അവനെ എതിരേൽക്കാനായിട്ട് വന്നത്. ഇവിടെ ഒരു പശ്ചാത്തലമുണ്ട്. ഒരു രാജാവ് നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാധാരണ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഓസാന പാടി സ്വീകരിക്കുക പതിവാണ്. അതുപോലെ യേശുവിനെ രാജാവായി ഏറ്റുപറഞ്ഞുകൊണ്ട് ഇവർ ഓസാന പാടി സ്വീകരിക്കുകയാണ്. യേശുവിനെ ഓസാന പാടി സ്വീകരിക്കുന്നത് ഇവനെ ഇസ്രായേലിന്റെ രാജാവെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ സ്വീകരിക്കുന്നത്. ഓസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്നാണ് 13-ാം വാക്യത്തിൽ പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞു വന്ന കോണ്ടെക്സ്റ്റ് ഉടനെ 14-ാം വാക്യത്തിൽ പറയുകയാണ്, യേശു ഒരു കഴുതക്കുട്ടിയെ കണ്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്നു. സമാന്തര സുവിശേഷങ്ങളിൽ ശിഷ്യന്മാരെ യേശു പറഞ്ഞയച്ച് ഒരു കഴുതക്കുട്ടിയെ കണ്ട് പിടിച്ചുകൊണ്ട് വന്ന് യേശു അതിൻ്റെ പുറത്ത് കയറിയിരിക്കുകയായിരുന്നു. ഇവിടെ യേശു തന്നെ ഒരു കഴുതക്കുട്ടിയെ കണ്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് പ്രതീകാത്മകമായ ഒരു പ്രവൃത്തിയാണ്. എന്തിന്? യേശു ഇതുവഴി ഈ ജനം ഇവനെ രാജാവാക്കാൻ രാജാവായിട്ട് ഏറ്റുപാടിയപ്പോൾ യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വന്നു. രാജാവാണെങ്കിൽ വരേണ്ടത് കുതിരപ്പുറത്താണ്. താൻ രാഷ്ട്രീയ നേതാവല്ല, പിന്നെയോ സമാധാനത്തിൻ്റെ രാജാവ് എന്ന് കാണിക്കാനാണ് യേശു ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ, ശാന്തിയും സമാധാനവും സ്ഥാപിക്കാൻ വന്ന സമാധാനത്തിൻ്റെ രാജാവാണ് യേശു. സക്കറിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന പോലെ, സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സക്കറിയ 9:9. അവൻ്റെ ശിഷ്യന്മാർ ഇതൊന്നും മനസ്സിലാക്കിയില്ല. എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെപ്പറ്റി ഇക്കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നു എന്ന് അവർ അനുസ്മരിച്ചു. അപ്പോൾ ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു മഹത്വപ്പെട്ട് കഴിഞ്ഞപ്പോൾ, എന്താ ഈ മഹത്വപ്പെടൽ? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പീഡാനുഭവത്തെയും മരണോത്ഥാനത്തെയുമാണ് മഹത്വപ്പെടൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. 17-ാം വാക്യം, ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യം നൽകിയിരുന്നു. അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ട് കൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കാൻ വന്നത്. ലാസറിനെ ഉയർപ്പിച്ച സംഭവം കേട്ടിട്ടാണ് അനേകർ യേശുവിനെ രാജാവായി സ്വീകരിക്കാൻ വന്നത് എന്നർത്ഥമാക്കുന്നു. 19-ാം വാക്യം, അപ്പോൾ ഫരിസേയർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 19:38-39 വാക്യങ്ങളിൽ യേശുവിനോട് യഹൂദർ പറഞ്ഞു, ഈ ജനത്തോട് നിശബ്ദരായിരിക്കാൻ, മിണ്ടാതിരിക്കാൻ പറയുക. ഇവരെ വിലക്കാൻ യേശുവിനോട് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന്. അപ്പോൾ വിശുദ്ധ യോഹന്നാൻ ഈ യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ അവതരിപ്പിച്ചിരിക്കുന്നതും അതിൻ്റെ യഹൂദരുടെ അവസാന പ്രതികരണവും, ലൂക്കായുടെ സുവിശേഷത്തിലുള്ള യഹൂദരുടെ പ്രതികരണവും യേശുവിൻ്റെ മറുപടിയും ശ്രദ്ധിക്കുക. ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. യേശു രാജാവാണ്, എന്നാൽ രാഷ്ട്രീയ അർത്ഥത്തിലല്ല, ഭൗമിക രാജാവല്ല. ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്ന, മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവരാജ്യവും യഥാർത്ഥ ശാന്തിയും സമാധാനവും സ്ഥാപിക്കാൻ വന്നവനാണ്
യേശു. ഈ പശ്ചാത്തലത്തിൽ 20 മുതലുള്ള വാക്യങ്ങൾ: തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരുമുണ്ടായിരുന്നു. ഇവർ ഗലീലിയിലെ ബെത്സയിദായിൽ നിന്നുള്ള ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടി യേശുവിനെ വിവരമറിയിച്ചു. ഗ്രീക്കുകാർ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് യേശുവിനെ ഇവർ വിവരമറിയിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടി ശ്രദ്ധിച്ചേ: മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. യേശു എന്താണ് ഈ പറയുന്നത്? മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. ഇവിടെ മനുഷ്യപുത്രൻ എന്ന പദം ഉപയോഗിച്ചേക്കുന്നത് യേശുവിൻ്റെ പീഡാനുഭവത്തോട്, കുരിശുമരണത്തോട് അനുബന്ധിച്ച്. മഹത്വീകരണം യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പീഡാനുഭവവും മരണോത്ഥാനവുമാണ് സൂചിപ്പിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ യേശു പറയുകയാണ് സമയമായി. ഈ സമയമെന്ന് പറയുന്നത് ചരിത്ര സമയമല്ല, ക്രോണോസ് അല്ല, കെയ്റോസ് ആണ്. അതായത് ദൈവത്തിന്റെ രക്ഷാകര ഇടപെടലിന്റെ മണിക്കൂർ സമാഗതമായി. യഹൂദർ ദൈവപുത്രനെ തിരസ്കരിക്കുന്നത് അതിന്റെ ക്ലൈമാക്സിലെത്തി. അപ്പോൾ വിജാതീയരായ ഗ്രീക്കുകാർ അവനെ തേടി വരുന്നു. അതല്ലേ 1:11 പറഞ്ഞത്? അവൻ സ്വന്തം ജനത്തിന്റെ പക്കലേക്ക് വന്നു, സ്വന്തം ജനമോ അവനെ സ്വീകരിച്ചില്ല. ഇവിടെ ഗ്രീക്കുകാർ യേശുവിൽ വിശ്വസിച്ച് അവൻ്റെ പക്കലേക്ക് വരികയാണ്. ഈ സന്ദർഭം ശ്രദ്ധേയമാണ്. യഹൂദർ അവനെ തിരസ്കരിക്കുന്നു, എന്നാൽ ഗ്രീക്കുകാർ, വിജാതീയർ അവനെ സ്വീകരിക്കാൻ അവനെ തേടി വരുന്നു. സ്വന്തം ജനത്തിൻ്റെ പക്കലേക്ക് സ്വന്തം ജനത്തെ തേടി വന്നപ്പോൾ അവർ തങ്ങളുടെ നാഥനെ തിരസ്കരിച്ചു. പക്ഷെ വിജാതീയർ അവനെ തേടി വരികയാണ്, യേശുവിനെ തേടി വരികയാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. യേശു തന്നെ നിലത്ത് വീണ് അഴിയുന്ന ഗോതമ്പ് മണിയായി ചിത്രീകരിക്കുന്നു. എന്തിന്? ഒരു ധാന്യം നിലത്ത് വീണത് അഴുകിയാൽ അത് അഴിയുമ്പോൾ പൊട്ടിമുളയ്ക്കും, അല്ലെ? പൊട്ടിമുളച്ച് പുതിയ നാമ്പ് വരും, അതിൽ നിന്ന് അനേകം ധാന്യമണികൾ. യേശു നിലത്ത് വീണഴിഞ്ഞ ഗോതമ്പ് മണിയാണ്. എന്തിനു വേണ്ടി? അനേകർക്ക് ജീവൻ നൽകാൻ വേണ്ടി അവൻ ഇല്ലാതായിത്തീരുന്നു. യേശുവിൻ്റെ കുരിശു മരണത്തെ സൂചിപ്പിക്കുന്നതാണ് ഇതെല്ലാം. മരണം മാത്രമല്ല, മരണോത്ഥാനം. മരണോത്ഥാനത്തിലൂടെ അനേകർക്ക് പുതുജീവൻ പകരുകയാണ്. 25-ാം വാക്യത്തിൽ പറയുന്നു, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു, ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അത് കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ ജീവനെ സ്നേഹിക്കുന്നവൻ നഷ്ടപ്പെടുത്തുന്നു, ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അത് കാത്തു സൂക്ഷിക്കുന്നു. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. അതായത് യേശു കുരിശിൻ്റെ വഴിയിലൂടെ പോകുന്നത് പോലെ എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എൻ്റെ വഴിയിലൂടെ, ഈ കുരിശിൻ്റെ വഴിയിലൂടെ. അപ്പോൾ കർത്താവിനെ ആരെങ്കിലും ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അഥവാ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ നിലത്ത് വീണഴിയുന്ന ഗോതമ്പ് മണിയായി മാറണം. തുടർന്ന് 27 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ നമ്മൾ കാണുന്നത് യേശു തമ്പുരാന്റെ വളരെ വ്യക്തിപരമായ വെളിപ്പെടുത്തലിന്റെ ചില വാക്കുകൾ. 27 മുതലുള്ള വാക്യങ്ങൾ. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്നാണോ? ഞാൻ എന്തു പറയേണ്ടു? ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്നാണോ? ഉടനെ യേശു പറഞ്ഞത് നോക്കിയേ, അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. സമാന്തര സുവിശേഷങ്ങളിൽ യേശു പ്രാർത്ഥിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് കടന്നു പോകട്ടെ. ഇവിടെ യേശുവിൻ്റെ പ്രാർത്ഥന വളരെ വ്യത്യസ്തമാണ്. ഈ 27 മുതലുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. ഗത്സമേനിലെ പ്രാർത്ഥനയ്ക്ക് പകരമായിട്ടുള്ള പ്രാർത്ഥന. യേശുവിൻ്റെ മരണോത്ഥാനം പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള മാർഗമാണ്. തൻ്റെ കുരിശുമരണം ദൈവത്തിൻ്റെ മഹത്വീകരണം. ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്നാണോ? അല്ല,
ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അപ്പോൾ ഈ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ യേശു ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നില്ല, മറിച്ച് വളരെ ഉറച്ച ബോധ്യത്തോടെ പറയുകയാണ്, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണം. യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ പിതാവും മഹത്വപ്പെടുന്നു, പുത്രനും മഹത്വപ്പെടുന്നു. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ ചിലർ ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി. പാപത്തിനടിമപ്പെട്ട ലോകത്തെയാണ് ലോകമെന്ന പദം വഴി അവതരിപ്പിക്കുന്നത്. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ഈ ലോകത്തിൻ്റെ അധികാരി എന്നിവിടെ പറഞ്ഞേക്കുന്ന സാത്താനെ, അവൻ പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടൽ, മഹത്വപ്പെടൽ, ഇതെല്ലാം യേശുവിൻ്റെ കുരിശുമരണത്തെയും ഉത്ഥാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. യഹൂദർ കർത്താവിനെ കുരിശിലേറ്റി കഴിയുമ്പോൾ അവിടുന്ന് എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കുമെന്ന്. യോഹന്നാൻ 10:16 യേശു പറഞ്ഞു, ഈ ആലയിൽ പെടാത്ത ആടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരിടയനും ഒരാട്ടിൻപറ്റവുമാകും. ഇതെല്ലാം യേശുവിൽ സകല ജനത്തെയും ഒരുമിപ്പിക്കുന്ന വലിയ സംഭവമാണ് എടുത്തു കാട്ടുന്നത്. യേശു സകല ജനത്തെയും രക്ഷയുടെ പന്ഥാവിലേക്ക് നയിക്കാൻ, അഥവാ പിതാവായ ദൈവത്തിൽ ഒന്നിച്ചു ചേർക്കാൻ വന്നവനാണ്. 33-ാം വാക്യം, അവൻ ഇത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കാനാണ്. അതായത് സ്വന്തം ജനം കർത്താവിനെ കുരിശിലേറ്റുമെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. അതാണ് ഏതു വിധത്തിലുള്ള മരണമാണ് താൻ വരിക്കാൻ പോകുന്നതെന്ന് വെളിപ്പെടുത്തുകയാണ് എന്ന്. 35-ാം വാക്യത്തിൽ പറയുകയാണ്, യേശു അവരോട് പറഞ്ഞു, അല്പസമയത്തേക്ക് കൂടി പ്രകാശം നിങ്ങളുടെ ഇടയിലുണ്ട്. അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ. അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ. ഇവിടെ പ്രകാശമെന്ന് പറയുന്നത് യേശുവിനെയാണ്. തുടർന്ന് 12:37 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദരുടെ അവിശ്വാസം ആണ് കാണുന്നത്. അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുമ്പാകെ പ്രവർത്തിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടിയാണിത്. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യെശയ്യാ വീണ്ടും പറഞ്ഞിരിക്കുന്നു, അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു. അതായത് ഈ ജനം യഹൂദർ അവിശ്വാസത്തിൽ തുടർന്ന് യേശുവിനെ തിരസ്കരിച്ചപ്പോൾ പിന്നെ യേശുവിനെ സ്വീകരിക്കാൻ കഴിയാത്ത വിധം അവരുടെ ഹൃദയം കഠിനമായി, കണ്ണുകൾ അന്ധമായി. 41-ാം വാക്യം, അവൻ്റെ മഹത്വം കാണുകയും അവനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണ് യെശയ്യാ ഇങ്ങനെ പ്രസ്താവിച്ചത്. എന്നിട്ടും അധികാരികളിൽ പോലും അനേകർ അവനിൽ വിശ്വസിച്ചു, പക്ഷെ അവർ രഹസ്യത്തിൽ തുടർന്നു. 42-ാം വാക്യത്തിൽ പറഞ്ഞു, അനേകർ അവനിൽ വിശ്വസിച്ചു, എന്നാൽ സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി ഫരിസേയരെ ഭയന്ന് അവരാരും അതേറ്റു പറഞ്ഞില്ല. യേശുവിലുള്ള വിശ്വാസം അവർ ഏറ്റു പറഞ്ഞില്ല. ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു. ഈ സന്ദർഭത്തിൽ യേശു ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ച പിതാവിലാണ് വിശ്വസിക്കുന്നത്. എന്നെ കാണുന്നവൻ
എന്നെ അയച്ചവനെ കാണുന്നു. ഇത് യേശു പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാണ്. പിതാവിനെ സ്വീകരിക്കുന്നവൻ യേശുവിനെ സ്വീകരിക്കുന്നു, പിതാവിനെ കാണുന്നവൻ യേശുവിനെ കാണുന്നു, പിതാവിനെ അറിയുന്നവൻ യേശുവിനെ അറിയുന്നു. 46-ാം വാക്യം, എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ പ്രകാശമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. യേശു വന്നത് ലോകത്തെ ശിക്ഷാവിധിക്കല്ല, രക്ഷയ്ക്കാണ്. പക്ഷേ മനുഷ്യൻ അവനിൽ വിശ്വസിച്ചില്ലെങ്കിൽ അവനവൻ തന്നെ സ്വയം ശിക്ഷാവിധി ഏറ്റുവാങ്ങുകയാണ്. യേശു ആരെയും വിധിക്കുന്നില്ല. പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കാത്ത നാം തന്നെയാണ് ശിക്ഷാവിധി ഏറ്റുവാങ്ങുന്നത് എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും. അപ്പം യേശുവിലൂടെ നൽകപ്പെട്ട വെളിപാടിൻ്റെ വാക്കുകൾ, വചനം തന്നെയാണ് നമ്മളെ വിധിക്കുന്നത്. യേശു ആരെയും വിധിക്കണ്ട, അവൻ നൽകിയിട്ടുള്ള ദൈവിക വെളിപ്പെടുത്തലുകളാണ് നമ്മെ വിധിക്കുന്നത് എന്ന്. അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ്. യേശു പിതാവ് കൽപ്പിച്ചതല്ലാതെ ഒന്നും പറയുന്നില്ല. പിതാവ് കൽപ്പിച്ചിട്ടുള്ള പിതാവിൻ്റെ കൽപ്പനയാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പറയുന്നു. അവിടുത്തെ കൽപ്പന ജീവനാണ്. പ്രിയമുള്ളവരെ, 12-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. 12:50 അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചത് തന്നെയാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1:19 മുതൽ 12:50 വരെ അടയാളങ്ങളുടെ പുസ്തകമാണെന്ന് നാം നേരത്തെ തന്നെ കണ്ടു. അടയാളങ്ങളുടെ പുസ്തകം അവസാനിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്: അവിടുത്തെ കൽപ്പനയാണ് നിത്യജീവൻ. അടയാളങ്ങളുടെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട പ്രമേയം എന്തായിരുന്നു? വിശ്വാസവും നിത്യജീവനും. അടയാളങ്ങളിലൂടെ സകലരെയും വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നു, വിശ്വാസത്തിലൂടെ നിത്യജീവനിലേക്ക്. ദൈവത്തിൻ്റെ വചനം പാലിക്കുക വഴി, യേശുവിൽ വിശ്വസിക്കുക വഴി, അവൻ്റെ വചനം പാലിക്കുക വഴി നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ അടയാളങ്ങളുടെ പുസ്തകം അവസാനിക്കുന്നത്. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ നാം പഠിച്ച കാര്യങ്ങൾ: 1, ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ അവ പരസ്പരം ബന്ധിപ്പിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കാൻ ശ്രമിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.